നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പുലിയണിപ്പാറ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയാണ്. രണ്ടാമത്തെ ദിവസം പറയാല്ലേ, വളരെ സർപ്രൈസ് ആയിട്ട് പഴയ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാം. പാൽ ചായ കൂടി കിട്ടിയ അടിപൊളിയല്ലേ. ഇനി ചായ, സവാള വട, സൂര്യൻ റെഡിയായി കഴിഞ്ഞു. ഭാരതിക്കുള്ള സമയമാറായി. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ മേളം പുലിയണിപ്പാറയിലാണ്. ശരിക്കും അവിടെ 7 മണിക്ക് കൊട്ടിയാൽ മതി. അപ്പം ഞങ്ങൾ ഒരു 6:30 ആകുമ്പോഴേക്കാണ് എത്തുകയാണ്. കാരണം അവിടെ നല്ലൊരു സൺറൈസ് കൂടിയുണ്ട്. അപ്പോൾ മേളത്തിന് പോണതിലുപരി ഞങ്ങൾക്ക് ആ കാഴ്ച, ആ സൺ ചുവന്നൊരു കളറിൽ വരണം കാണാൻ വേണ്ടി ഞാനും പിന്നെ ഐരാപുരത്ത് നിന്ന് അനിച്ചേട്ടനും ആലുവയിൽ നിന്ന് ഗോപുവും വേറെ ഐമുറിയിൽ നിന്ന് അരുണും കൂടി കൂടിയിട്ട് 6:30 ആകുമ്പോഴേക്കും ചെല്ലുകയാണ്. അതായത് അരമണിക്കൂർ മുമ്പേ പരിപാടി സ്ഥലത്ത് ചെല്ലുകയാണ്. ഞങ്ങൾ ആ സൺസെറ്റ് ഒന്ന് കാണാൻ, സൺറൈസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ചുവന്ന് കൊടുത്താണ് ഈ ടൈമിൽ സൺ വരാറ്. നമുക്കപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു മേളത്തിന് പോകുന്നതിലുപരി ഒരു പിക്നിക്കിന് പോകുന്ന ഒരു ഫീലാണ് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരിടമാണ്. അവിടെയുള്ള ദുർഗാദേവിയുടെയും ബാലഭദ്രയുടെയും പ്രതിഷ്ഠയുള്ള അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ മേളത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം സൂര്യൻ എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ഇന്ന് മേളത്തിന് പോണ സ്ഥലത്തേക്കുള്ള വഴി. നിങ്ങൾ തന്നെ നോക്കും എന്ത് രസമാണെന്ന്. ഞാൻ കാണുന്നതാണ് മലയാറ്റൂർ മല. ഈ അറൈവഡ് പ്രകൃതിയോട് വളരെ ഇണങ്ങി ചേർന്ന് കിടക്കുന്ന ഒരു അമ്പലമാണിത്.
രാവിലത്തെ മേളം കഴിഞ്ഞു, അറിയിപ്പ് മേളം. ഇവിടെയാണെങ്കിൽ സൂര്യൻ നല്ല യെല്ലോ കളറിൽ ഉദിച്ച് വന്നേക്കാണ്. പിന്നെ ഗണപതി ഹോമം തുടങ്ങാൻ പോകണുള്ളൂ. സൂര്യൻ ഉദിച്ച് വന്നതാണ്, ജസ്റ്റ് കണ്ടോളൂ. കണ്ടോ, പിന്നെ പ്രകൃതിയാൽ സുന്ദരമായൊരു ഇടമാണിത്. ഒരുപാട് ടൂറിസ്റ്റുകളും രാവിലത്തെ സൺറൈസും വൈകിട്ടത്തെ സൺസെറ്റും കാണാനായിട്ട് ഇവിടെ വരാറുണ്ട്. ഈ വർഷത്തിൻ്റെ ആരംഭം എന്നോണം ഇവിടെ തന്നെ ആദ്യത്തെ പരിപാടി കൂടാൻ കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഗോപു എങ്ങനെയുണ്ട്? സൂപ്പർ. പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാം. ഈ മലമുകളിലേക്ക് ചായയും കൊണ്ട് കമ്മിറ്റിക്കാർ വരും. ഞങ്ങളത് കുടിച്ച് അതിന് ശേഷം കലശം, പിന്നെ കലശാടൽ, അത് കഴിഞ്ഞിട്ട് ഉഷപൂജ, അത് കഴിഞ്ഞ് രാവിലത്തെ കർമ്മങ്ങൾ, മേളത്തിൻ്റെ അമ്പലത്തിൽ പൂജാ പരിപാടികളും കഴിയും. പിന്നെ വൈകിട്ടുള്ളൂ, വൈകിട്ട് ഒരു 5 മണിക്ക് എത്തിയാൽ മതി. വൈകിട്ട് വരുമ്പോൾ നമുക്ക് അസ്തമയവും കാണാം. അങ്ങനെ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി കിടക്കുന്ന ഈ അമ്പലത്തിലെ ഈ മേളം ഈ വർഷം കൂടാൻ കഴിഞ്ഞാൽ സന്തോഷം. അതുപോലെ തന്നെ ഈ വർഷത്തിലെ ആദ്യത്തെ പരിപാടിയാണ്, പുതുവർഷത്തിലെ ആദ്യത്തെ പരിപാടിയാണ്. നീ നന്നായി ഇതുപോലത്തെ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ സ്റ്റൂ ആണ്, സ്റ്റൂ അല്ല പീസറി അല്ലേ? ആ, പീസറിയാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പാൽച്ചായ കൂടി കിട്ടിയ അടിപൊളിയല്ലേ? പാൽച്ചായ കൂടി കിട്ടിയ മെയിൻ ഒരു മേളക്കാരനാണ് ഈ വന്നത്. ആള് പട്ടാളത്തിലാണ്, സുജിത്ത് പുള്ളി. അപ്പം ചെണ്ടോട്ടൊക്കെ കേട്ടിട്ട് വന്നാണോ അതോ ഇനി ദേവിയെ കാണാൻ വന്നാണോ എന്ന് എനിക്കറിയില്ല. അതിന് സൺറൈസ് കാണാൻ വന്നാണോ അറിയില്ല. കണ്ടോ, ഞങ്ങളുടെ പഴയൊരു മേളക്കാരനാണ് ഇദ്ദേഹം. ഇപ്പം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. താടിയൊക്കെ കണ്ടമാനം വളർന്നല്ലോ. ആളുടെ അമ്പലത്തിൽ വീണ്ടാണ്, അടുത്തുള്ള അമ്പലത്തിലേക്ക് ഉത്സവമായി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ അവിടെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണപതി ഹോമം കഴിഞ്ഞിട്ടാണ് കലശമൊക്കെ ആവും. വൈകിയാണ് ഗണപതി ഹോമം തുടങ്ങുള്ളൂ. കാരണം ആളുകളൊക്കെ രാവിലെ മല കയറിക്കൊണ്ട് വരണ്ടേ. രാവിലത്തെ അറിയിപ്പുകളും ഞങ്ങളുടെ കഴിഞ്ഞു. പിന്നെ വളരെ സർപ്രൈസ് ആയിട്ട് പഴയ മേളക്കാരനാണ് സൂസപ്പൻ. ഇപ്പോൾ പട്ടാളത്തിലാണ്, സുജിത്ത് എന്നാണ് പേര്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു 10 വർഷം മുമ്പ് മേളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ആള് പട്ടാളത്തിലേക്ക് ഇന്ന് ആളിവിടെ മേളം കൊണ്ടുവന്നായിരിക്കും. ആളുടെ മേളം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കൊട്ടാ നമുക്ക് അവസരമായി. അറിയിപ്പുകളും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണം നല്ല പുട്ടും കടലയാണ്. ആഹാ, അടിപൊളി. ഈ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ സ്വാദും കൂടും. ചായ ടേസ്റ്റ് കൂടുതലെന്ന് അറിയാൻ വേണ്ടി ചായ തിളപ്പിക്കുന്നുണ്ട്. കട്ടൻ ചായ. കുറച്ച് കഴിയുമ്പോഴേക്കും കലശമാവും. കലശം പൂജ, ആടൽ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉഷപൂജ, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ വൈകിട്ടുള്ളൂ. വൈകിട്ട് താലമൊക്കെ ഉണ്ട്, താലം വരവുണ്ട്, പിന്നെ ദീപാരാധന. അതിനുശേഷം സുകുമാരി എന്ന് പറഞ്ഞൊരു നാടകം, 9 നാടകം തുടങ്ങും. അപ്പോൾ നാടകം ഇവിടുത്തെ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകതയും ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു ഇതൊക്കെ എങ്ങനെ ഒരുക്കി എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. സ്റ്റേജ് ആ താഴെ കാണണം. കണ്ടോ, നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് ബാൽക്കണിയിൽ ടിക്കറ്റ് എടുത്ത് പണ്ടിരിക്കണേ. കറക്റ്റ് ഒരു സിനിമ തിയേറ്ററിൻ്റെ സെറ്റപ്പ്. നല്ല രസമാണ് വൈകിട്ടത്തെ ആംബിയൻസ്. ചെറിയ തണുപ്പും ധനുമാസത്തിൻ്റെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടുത്തെ ഒരു ഭാഷയായി വന്നു. ഇപ്പം എത്ര നാളെ അവിടെ വയനാട്? അതെ, 40 വർഷമായില്ലേ? അപ്പം എല്ലാ വർഷവും ഉത്സവത്തിനൂടെ വരും. ഞാൻ വൈകിട്ടത്തെ താരവും നാടകവും കഴിഞ്ഞിട്ട് പോയത്. ഇനി ഇവിടെ ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് മറ്റേ പ്രസാദ് തൊട്ടുണ്ട്. രാവിലെ ചായ കുടിച്ചോ?
കഴിച്ചാ? കഴിച്ചിട്ടാണ് കയറിയത്. അവിടെ പഴയ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയായിരുന്നോ? പോയില്ല, ഇവിടെ അനിയേട്ടനായിട്ട് പരിചയം. ഓക്കെ ഓക്കെ. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ രാവിലെ വരാറുണ്ട്. രാവിലെ വരുമ്പോൾ വൈകിട്ടും രാവിലെയും. വൈകിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അവിടെ ബെജിക്കട കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് ടൂറിസ്റ്റ് സ്പോട്ട് മാതിരിയായി ഇതിപ്പോൾ. മറ്റേത് നമ്മൾ നാട്ടുകാർ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ രാവിലെ വരും. അത് രാവിലെ എണീറ്റ് വന്നിട്ട് എൻ്റെ വീട് ഇവിടെ ഒരു 3 കിലോമീറ്റർ താഴെ. അപ്പം ആരെൻ്റെ ആനക്കൂട് അതിനടുത്താ. അപ്പം അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 5:30-6 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ തിളപ്പിച്ച് വന്നു കഴിഞ്ഞാൽ സൂര്യൻ നല്ല റെഡ് കളറിൽ. അത് ഓരോ ക്ലൈമറ്റിനും ഓരോ ടൈമാണ്. അപ്പം അത് ഇപ്പം നല്ല റെഡ് കളറിൽ വരുന്ന ടൈമാണ്. ഇപ്പോൾ തണുപ്പ് പൊതുവെ കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് നല്ല തണുപ്പല്ലേ വരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ചില സമയത്ത് കംപ്ലീറ്റ് ഇവിടെ കോടയം കൊണ്ട് നിറയും. നമ്മുടെ മൂന്നാറൊക്കെ മാതിരി നല്ല ഭംഗിയപ്പം. അതുപോലെ മഴക്കാലത്താണെങ്കിൽ നല്ല പച്ചപ്പ്. ഇപ്പം നല്ല വെയിൽ മാതിരി ആയില്ലേ? ഉണങ്ങി ചൂടില്ല, ചൂട് കുറവുണ്ട്. ശരിയാ, ഉച്ച കഴിഞ്ഞിട്ട് ചൂടാവും. കഴിച്ചില്ലെങ്കിൽ കഴിക്കാട്ടോ. അവിടെ ഉണ്ട്, ഇട്ടുണ്ട്, അപ്പമുണ്ട്. ഇത്തിരി കൂടുതലുണ്ടെന്നു തോന്നുന്നു. ചാന്തിക്കാർക്കും ചെണ്ടക്കാർക്കും ഉള്ളതാണ്. കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു ഉത്സവമല്ലേ. ചേട്ടനൊക്കെ പ്രത്യേകിച്ച് ആ നൊസ്റ്റാൾജിയുടെ ഒരു ഓർമ്മ ഇങ്ങനെ തേട്ടി വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു പ്രത്യേക സുഖമുള്ളോ. ഞാൻ ഫസ്റ്റ് പേര് കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഞാൻ അറിയില്ലല്ലോ. ആകെ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. പുതുമന സ്ഥലത്തിന്റെ പേര്, അങ്ങനെ ആദ്യം ഇങ്ങോട്ട് വരാനായിട്ട് ഉദ്ദേശിച്ചപ്പോ. അപ്പൊ 40 വർഷം എന്ന് പറയുമ്പോ ചേട്ടൻ എത്ര വയസ്സുണ്ടാവും? ഞാനൊന്നും ഇല്ലല്ലോ. ഇവിടെ ജനിച്ചത് വയനാടാ. അപ്പൊ അച്ഛൻ പറഞ്ഞ കഥകളിലെ ഓർമ്മകൾ വെച്ചാണ് ഇങ്ങോട്ട് വരണത്. ഇവരാദ്യം നോക്കി നടത്തി. നമ്മള് ഭഗവതി നിങ്ങളുടെ കുടുംബാമ്പലമാണിത്. അത് ശരി. അപ്പൊ അച്ഛനൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നാട്ടുകാരെ ഏൽപ്പിച്ചിട്ട്. ഓക്കെ. അപ്പൊ അച്ഛന്റെ അറിവിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ഏത് വർഷം ആദ്യം ഇവിടെ എത്തിയത്? ഇവിടെ 10 വർഷമായി വന്നു തുടങ്ങണു അല്ലേ? 2010 ആദ്യം തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇവിടെ എത്തി. അന്ന് ഈ വഴിയൊന്നുമില്ല. അന്ന് നമ്മൾ ഇതിലെ കയറി വന്നെ. ഞങ്ങളാണെങ്കിൽ ചെണ്ടോട്ടം വന്നത് സൈക്കിൾ കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. സൈക്കിൾ കൊണ്ടുവന്ന് അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നേ കയറി വന്നെ. അപ്പൊ കണ്ടതിൽ സന്തോഷം. കൈ തരാനായിട്ട് കയ്യിൽ ചിലാണ്. കാണാം. ഇത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവും. മേളത്തിനൊക്കെ കാണാലോ. മധുരൂട്ടല്ലേ? സുബ്രഹ്മണ്യ ചേട്ടനും സഹായത്തിന് ഇറങ്ങിയൊക്കെയാണോ? ഉള്ളി എന്തിനാ? സാമ്പാറിലിടാനാ? സാമ്പാറിൽ ഉള്ളി ഇടൂല്ലേ? ഇടുവോ? ഇവിടെ ഓ, അതിന് വേണ്ടിട്ടാ. നന്നായി. ആയാ. ഇത് നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇടാം. അന്നദാനമൊക്കെ പുലിയണിപ്പാറയിൽ ഉണ്ടാക്കണത് കാണട്ടെ എല്ലാവരും. കിട്ടും കിട്ടാനുള്ള വകുപ്പ് ശരിയാക്കി തരാം. ഇതൊക്കെ നാടൻ ചേനയാണല്ലോ. സംഭാവനയാണല്ലേ.
എല്ലായിടത്തും മേളത്തിന് പോകുമ്പോൾ എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കും. പക്ഷെ ഇവിടെ മേളത്തിന് വന്നാലുള്ള ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സൂര്യനെ ആസ്വദിച്ചൊക്കെയാണ് നമ്മുടെ മേളത്തിന് വന്ന കുട്ടികൾ. സൂര്യനെ ആ ചുവന്ന് തൊടുത്ത് മലനിരകൾക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം എനിക്കുമുണ്ട്, അവർക്കുമുണ്ട്. അടിപൊളിയല്ലേ? ആഹാ, എന്താ സുഖം. രാവിലത്തെ മേളം കഴിഞ്ഞിട്ടേ പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടി ഒന്നതാണ് കാണാൻ. എൻ്റെയൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പാറയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന കായാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചുള്ളിക്കായ് എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്ന് പറയണതെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതായത് ഇതിനൊരു ചെറിയ മധുരവും പുളിപ്പും കൂടി കൂടിയിട്ടുള്ള ടേസ്റ്റാണ്. ഞങ്ങളുടെയൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ പോക്കറ്റ് നിറച്ചതായിരിക്കും. നല്ല ടേസ്റ്റായിന്. ഞാൻ ഏറ്റവും കൂടുതൽ നേരം പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാനും സൂര്യൻ അസ്തമിക്കുന്നത് കാണാനും. അത് ഭയങ്കര ഒരു ഭംഗിയാണ്. പോയിട്ട് വരാം. പുലിയണിപ്പാറയിലെ സ്റ്റേജ് പ്രോഗ്രാം കാണാനായിട്ട് നിരന്നിരിക്കുന്ന നാട്ടുകാരാണ്. ശരിക്കും നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ ബാൽക്കണിയിലിരുന്ന് കാണുന്ന പോലെയുള്ള ഒരു അനുഭൂതിയാണ് ഇവിടെ. ആ ഒരു ഫീലിൽ ഇനിയിപ്പോൾ ശിവശക്തിയുടെ കൈകൊട്ടിക്കളിയാന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ടീം. ശിവശക്തി കൊമ്പനാടിന് അമ്പല കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തത് നൃത്താഞ്ജലി പാണിയിലി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി. അതിനുശേഷം തപസ്യ നൈനിക അവതരിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക് ഡാൻസ്. ഇപ്പോൾ നൃത്താഞ്ജലി പാണിയിലെ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി. വളരെ നയനമനോഹരമായൊരു കൈകൊട്ടിക്കളിയായിരുന്നു പാണിയേലി നൃത്താഞ്ജലി അവതരിപ്പിച്ചത്. നാട്ടുകാർക്കും അതുപോലെ തന്നെ കൈകൊട്ടിക്കളിയെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. ഞാനും വളരെ നേരം ആസ്വദിച്ച ഒരു കൈകൊട്ടിക്കളിയായിരുന്നു അത്. ഏറെ സന്തോഷം തോന്നിയ ആ രാത്രിയിൽ കൈകൊട്ടിക്കളിയും പിന്നെ കുറച്ച് ഡാൻസും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മടങ്ങി.